കുറച്ച് ദിവസമായിട്ട് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്ന് ചെയ്യാൻ പോകുന്നത്. കുറേ ആയി നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മടി സമ്മതിക്കാണ് എന്നൊരു കാര്യമായിരുന്നു ഇത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ ടു ഡു ലിസ്റ്റ് എഴുതി തുടങ്ങുകയാണ്. ടു ഡു ലിസ്റ്റ് സാധാരണ എഴുതുമ്പോൾ അത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടേ തുറന്നു നോക്കാറുള്ളൂ. നിങ്ങളങ്ങനെയാണോ? അപ്പോൾ ആദ്യം തന്നെ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനാണ് പോകുന്നത്. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു സാരിയുടെ ബോക്സാണ്. അപ്പോൾ അതിങ്ങനെ മേലേക്ക് തുറക്കുമ്പോൾ ഒരു സുഖമില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ സൈഡ് രണ്ടും കട്ട് ചെയ്തിട്ട് നമ്മൾ മറ്റേ സാധാ പോലെ ഓപ്പൺ ചെയ്യുന്ന രീതി മാറ്റിയിട്ട് വേറെ രീതിയിൽ ഓപ്പൺ ചെയ്യുന്ന പോലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ആ സ്റ്റിക്കേഴ്സൊക്കെ ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. നിങ്ങളുടെ കയ്യിലും ഉണ്ടാവില്ലേ സ്റ്റിക്കേഴ്സൊക്കെ? വേഗം എടുത്ത് അതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചോളൂ. ഇപ്പം മടി പിടിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇതൊരു മോട്ടിവേഷനായിട്ട് എടുത്ത് ഇതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കട്ടോ. ഇതൊക്കെ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് കളക്ട് ചെയ്യുന്ന സ്റ്റിക്കേഴ്സാണ്. പക്ഷെ ജേർണൽ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും കാണൂല. എല്ലാം കൂടെ എവിടെയെങ്കിലും വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ തപ്പി നടക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നത്. ഇനി ആ ബോക്സിനെ നമുക്കൊന്ന് ക്യൂട്ടാക്കണ്ടേ, ഇല്ലെങ്കിൽ അങ്ങനെ. അപ്പം ഞാൻ ജസ്റ്റ് സ്റ്റിക്കർ ബോക്സിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് ഓൾറെഡി വൈറ്റ് ബോക്സ് അതിനെക്കൊണ്ട് വേറെ അതിൽ പണിയാൻ ഞാൻ നിന്നില്ല. കാരണം അത് ഭംഗിയുണ്ട്, അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട് ആ ബോക്സ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു ക്യൂട്ട് ബോയും കൂടെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്റ്റിക്കേഴ്സ് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ച് പ്രിൻ്റ് എടുത്ത പേപ്പേഴ്സ് ഉണ്ട്, പാറ്റേൺ പേപ്പറും അതേപോലെ തന്നെ സ്റ്റിക്കേഴ്സൊക്കെ പ്രിൻ്റ് എടുത്തതുണ്ട്. അത് ഓർഗനൈസ് ചെയ്യാണ്. അത് ഞാൻ ഈ ഒരു ഫയലിലാണ് വെക്കുന്നത്. അതാകുമ്പം ഇതിൻ്റെ അകത്ത് സെക്യൂർ ആയിട്ട് ഇരുന്നോളും. കുറേയൊക്കെ A4 ഷീറ്റിലാണ് എടുത്തത്, പിന്നെ കുറച്ച് A3 എടുത്തതും ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഈ ഒരു ഫയലിൽ വെക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ടാസ്ക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു. എന്ന് ഞാൻ അത്യാവശ്യം നല്ല പ്രൊഡക്റ്റീവായി. നിങ്ങളും ഇതേപോലെ ഒരു ദിവസം എണീറ്റ് രാവിലെ തന്നെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി ഇതൊക്കെ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതേപോലെ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ പോലെ നിങ്ങളുടെ കമൻസും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഓക്കെ, ബൈ.